ഉത്രട്ടാതി വള്ളംകളിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന വള്ളംകളി മത്സരത്തിനൊപ്പം തന്നെ അവിടുത്തെ സദ്യയാണ്. സദ്യക്കായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സദ്യയിലേക്ക് കടക്കുകയാണോ? എന്താണ് ഇപ്പോൾ അവിടുന്ന് ജയലക്ഷ്മിയോടെ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? അവിടെ എന്താണ് നടക്കുന്നത്? അക്ഷയ, സദ്യ പറയുമ്പോൾ ആദ്യം പറയേണ്ടത് വഞ്ചിപ്പാട്ടിനെ പറ്റിയിട്ടാണ്. എനിക്ക് പിറകിൽ കേൾക്കുന്നതാണ് ഈ വഞ്ചിപ്പാട്ട്. ആറന്മുളയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള വഞ്ചിപ്പാട്ടാണ് ഇപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും ആറന്മുളയുടെ കിഴക്കൻ ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടാണ്. ആറന്മുളയ്ക്ക് മാത്രമായിട്ട് വഞ്ചിപ്പാട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ ഒരുപാട് ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. രാവിലെ അത്തപ്പൂക്കളമുണ്ട് ഇവിടെ. അതേപോലെ തന്നെ മെച്ചപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആറന്മുള വഞ്ചിപ്പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ വിവാഹങ്ങൾക്കുമൊക്കെ ആറന്മുള വഞ്ചിപ്പാട്ട് പ്രധാനമായിട്ടും ഉള്ളതാണ്. കിഴക്കൻ ശൈലിയിലാണ് നമ്മുടെ ഇവിടുത്തെ ആറന്മുള വഞ്ചിപ്പാട്ട് വരുന്നത്. കുചേലവൃത്തം, അതേപോലെ ഭഗവതി എന്നിങ്ങനെ ആറന്മുളയ്ക്ക് മാത്രമായിട്ട് വഞ്ചിപ്പാട്ടുകളുണ്ട്. ഇന്ന് വള്ളസദ്യയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ചെന്നിത്തല പള്ളിയോടത്തിന്റെ വള്ളസദ്യയാണുള്ളത്. അപ്പം അതിന്റെ വിശേഷങ്ങൾ പറയാനും അതിന്റെ പ്രത്യേകതകളെ പറ്റി പറയാനും നമുക്കിവിടെ ചോദിക്കാം. എന്തൊക്കെയാണ് ചെന്നിത്തല പള്ളിയോടത്തിന്റെ വിശേഷങ്ങൾ? ആ വള്ളസദ്യയെ പറ്റി ഒന്ന് പറയൂ. വർഷങ്ങളായിട്ട് ചെന്നിത്തല പള്ളിയോടം ഏറ്റവും ദൂരെയുള്ള ഏറ്റവും ദൂരെ പടിഞ്ഞാറേ മേഖലയിലുള്ള ചെന്നിത്തല പള്ളിയോടം. ഇന്ന് ചെന്നിത്തല പള്ളിയോടത്തിന് മാത്രമേ വള്ളസദ്യ വർഷങ്ങളായിട്ട് നടത്തി വരുന്നുള്ളൂ. കൂടാതെ ഇന്ന് തിരുവോണം കഴിഞ്ഞുള്ള ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതിലെ വർഷങ്ങളായിട്ട് ജലോത്സവ മേള നടക്കുന്നു. പിന്നെ രൂപാന്തരപ്പെട്ട് പിന്നെ കുറച്ച് വള്ളംകളിയായിട്ട് അത് മാറിപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ ഈ വഞ്ചിപ്പാട്ടിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ആറന്മുളയ്ക്ക് മാത്രമായിട്ട് വഞ്ചിപ്പാട്ട്, അതായത് കിഴക്കൻ ശൈലിയുള്ള വഞ്ചിപ്പാട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ആറന്മുള കൂടുതൽ പറയാനായിട്ട് പള്ളിയോടത്തിന്റെ വഞ്ചിപ്പാട്ട് നമ്മൾ പടിഞ്ഞാറൻ രീതിയിലുള്ള സ്ലാങ് അല്ല. ഇത് ആറന്മുളയുമായിട്ട് ബന്ധപ്പെട്ട് വഞ്ചിപ്പാട്ടാണ്. പടിഞ്ഞാറൻ സ്റ്റൈലിലുള്ള പാട്ടല്ല. അപ്പം ആറന്മുളയുടെ തനതായ ഒരു ശൈലിയുണ്ട് വഞ്ചിപ്പാട്ടിൻ്റെ. ആ സ്റ്റൈലിലാണ് പാടിത്തുഴഞ്ഞ് വരുന്ന ഒരു ഇതാണ്. ഭഗവാനെ തിരുസന്നിധിയിൽ വരുമ്പോഴും അതുപോലെ വർഷം വിളമ്പുമ്പോഴും യാത്രയാക്കുമ്പോഴും എല്ലാം വഞ്ചിപ്പാട്ട് പാടിയാണ് ഇവിടെ എല്ലാ ചടങ്ങുകളും. പള്ളിയോടമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും നടന്ന് വഞ്ചിപ്പാട്ട് പാടിയാണ് ആഘോഷിക്കുന്നത്. വാമൊഴിയായിട്ടുള്ളതാണ് ഇത്. വഞ്ചിപ്പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വള്ളസദ്യയുടെ ഏറ്റവും പ്രധാന ചടങ്ങുകളിലൊന്നാണ്. അതായത് ഭഗവാനെ നമ്മളുടെ ഇവിടോട്ട് സ്വീകരിച്ചുകൊണ്ട് വരുന്നത് തൊട്ട് പാട്ടിലൂടെയാണ് ഭഗവാനെ പ്രകീർത്തിക്കുന്ന ഇതാണ്. നമ്മൾ വള്ളസദ്യയിൽ തന്നെ വിഭവങ്ങൾ ചോദിച്ചു വാങ്ങുന്നതും പാടി തന്നെയാണ് ചോദിച്ചു വാങ്ങുന്നത്. വിഭവങ്ങൾ നമ്മൾക്ക് വിളമ്പുകയും 25 വിഭവങ്ങൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്ന ഒരു പാട്ടിലൂടെ ചോദിച്ചു വാങ്ങും. അതിന്റെ ഒരു ചരിത്രം എങ്ങനെയാണ് ഈ വള്ളസദ്യക്ക് വഞ്ചിപ്പാട്ടിലൂടെ ചോദിച്ചു വാങ്ങുന്ന ആ ഒരു? ഇത് എല്ലാം തന്നെ നമ്മൾ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ്.